വന്ന് അവർ ഈ മാരേജ് ഇവിടെ വെച്ച് നടന്നോ, അത് കറക്റ്റാണോ, അതിൻ്റെ എന്തെങ്കിലും പ്രൂഫുണ്ടോ, അത് മാത്രമാണ് നോക്കിയത്. കഴിഞ്ഞ ഈ മാസം തന്നെ 4 വിവാഹം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ അടുത്തുള്ളവരാണെങ്കിൽ SLC സർട്ടിഫിക്കറ്റ് അതൊക്കെ കൂടി കൊണ്ടുവരാൻ പറയും. അന്ന് അവരുടെ കയ്യിൽ ഏകദേശം എല്ലാ ഡോക്യുമെൻറ്റും ഉണ്ട്. നിങ്ങളെല്ലാവരും ഒരുപാട് ചോദ്യം ചെയ്തു, ഞാനും ഉണ്ടായിരുന്നു അതിൽ. അന്ന് ആരും ഇതിനെക്കുറിച്ച് ഒരിതും പറഞ്ഞില്ല. കുംഭമേള വൈറൽ താരം മൊണാലിസയും ഫർമാൻ ഖാനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ മാസമാണ് നടന്നത്. ഇപ്പോൾ ആ വിവാഹം വലിയൊരു നിയമക്കുരുക്കിലേക്ക് മാറിയിരിക്കുകയാണ്. വിവാഹം നടന്നത് പൂവാറിലുള്ള അരുമാനിലുള്ള നയനാർ ദേവ ക്ഷേത്രത്തിലാണ്. ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള അജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ വിവാഹം തിരുവനന്തപുരത്ത് എത്തുമ്പോഴാണ്, അതിനുശേഷമാണ് പോലീസാണ് ഇവിടെ കൊണ്ടുവരുന്നത്. എങ്ങനെയായിരുന്നു ഇവിടേക്ക് എത്തിയത്? ഇവർ തമ്പാനൂർ സ്റ്റേഷനിൽ ഈ മൊണാലിസയുടെ അച്ഛന്, പിന്നെ ഈ ഫർമാൻ, ഇവർ 3 പേരും കൂടി സ്റ്റേഷനിൽ എത്തുന്നു. സ്റ്റേഷനിൽ വെച്ച് ഈ കുട്ടി ഫർമാൻ്റെ കൂടെ പോകാനാണ് എനിക്ക് താല്പര്യമെന്ന് പറയുന്നു. പോലീസ് അത്യാവശ്യം രേഖകളൊക്കെ പരിശോധിച്ചിട്ട് അയാൾ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു കുട്ടി ഇവരുമായിട്ട് പോകാൻ താല്പര്യമാണ്. അങ്ങനെ ആ സമയത്താണ് ഞാനവിടെ എത്തുന്നത്. കാര്യം ഇതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു ബന്ധുവാണ് സിനിമയുടെ. അപ്പോൾ പുള്ളി എന്നെ ഒന്ന് സ്റ്റേഷനിൽ പോകണമെന്ന് പറഞ്ഞാണ് ഞാനവിടെ പോകുന്നത്. അപ്പോൾ അവിടെ വെച്ച് പുള്ളി പറഞ്ഞു 2 പേര് ജാമ്യത്തിൽ വന്നു. അവർ എഴുതി വെച്ച് ഒപ്പിട്ട് സ്റ്റേഷനിലൊരു പ്രൊസീജിയറിൽ അവരെ ഇറക്കി കൊണ്ടുവരുന്നു. അങ്ങനെ അരുമാനൂർ അവരുടെ ബന്ധുവിൻ്റെ വീട്ടിൽ തന്നെ ഇവിടെ കൊണ്ടുവന്നു. വൈകുന്നേരം 5 മണിക്ക് കല്യാണം നടത്താൻ നമ്മൾ സമ്മതിക്കുന്നു. കാര്യം ബേസിക്കായിട്ട് നമ്മളും അവരുടെ ആധാർ മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ ആധാറിന് പ്രകാരം അവർ പ്രായപൂർത്തിയായിട്ടുണ്ട്. അതായിരുന്നു ശരിക്കും നിങ്ങളെ പറ്റിച്ചു എന്നാണോ ഇപ്പോൾ കണക്കാക്കുന്നത്? ഇല്ല, തീർച്ചയായിട്ടും എനിക്കിപ്പോഴും ഉത്തമ വിശ്വാസമാണ്. അവരെന്നെ പറ്റിക്കേണ്ട യാതൊരു കാര്യമില്ല. കാര്യം ഒരു 10-15 ദിവസം കൊണ്ട് അവരിവിടെ ഷൂട്ടിങ്ങിനും അതുമായിട്ടൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട്. വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളടുത്ത് പെരുമാറിയിട്ടുള്ളത്. പിന്നെ ഈ സംവിധായകൻ നമുക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു. സംവിധായകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ക്ഷേത്രയോഗത്തിൻ്റെ അംഗം കൂടിയാണ്. അപ്പോൾ അങ്ങേരെ ഒരു ഉറപ്പ് പറയുമ്പോൾ പിന്നെ അതിൽ ഞങ്ങൾ ഇനി അതൊരു പിന്നെ ആധാർ നോക്കുകയും ചെയ്തു. ഇനി ഏറ്റവും പ്രധാനം പഞ്ചായത്തിൽ നിന്ന് ഇത് വെരിഫൈ ചെയ്തു. KDISC സർട്ടിഫിക്കറ്റ് കൊടുത്തു മാരേജ്. അത് ആധാർ ഓതൻറ്റിക്കേഷൻ ചെയ്തിട്ടാണ് അവർ കൊടുക്കുന്നത്. ഞങ്ങൾ വെറുതെ ബേസിക്കായിട്ടൊരു ആധാർ നോക്കും, കണക്ക് കൂട്ടുമ്പം 18. പക്ഷേ KDISCകാർ അങ്ങനെയല്ല. അവർ മധ്യപ്രദേശിലെ ഇത് ആധാർ മെയിൽ അയച്ചു, അതിൻ്റെ OTP എടുത്തു, അങ്ങനെയാണ് കൊടുത്തത്. മധ്യപ്രദേശിലെ മഹേശ്വർ മുനിസിപ്പാലിറ്റിയിലുള്ള ഈ നൽകിയിട്ടുള്ള ജനന സർട്ടിഫിക്കറ്റിൽ ഈ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള രേഖ അത് തെറ്റാണെന്ന് ഇപ്പോൾ കമ്മീഷൻ ST കമ്മീഷനാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആ രേഖ തെറ്റാണെന്ന് അതിനെക്കുറിച്ച് നമ്മൾ ആധികാരികമായി പറയാൻ നമ്മളാളല്ല. ആധാർ നമ്മൾ വെരിഫൈ ചെയ്തു. ശേഷം മധ്യപ്രദേശിലെ കമ്മീഷൻ ST കമ്മീഷൻ ഇവിടെ വന്നിരുന്നു. വന്ന് അവർ ഈ മാരേജ് ഇവിടെ വെച്ച് നടന്നോ, അത് കറക്റ്റാണോ, അതിൻ്റെ എന്തെങ്കിലും പ്രൂഫുണ്ടോ, അത് മാത്രമാണ് നോക്കിയത്. എന്നിട്ട് അവർ നമ്മുടെ റെക്കോർഡൊക്കെ ഫോട്ടോ എടുത്തു, അങ്ങ് പോയി. ഒന്നും അവർ പറഞ്ഞില്ല. പെൺകുട്ടി ജനിച്ചത് 2008 ആണെന്ന് പറഞ്ഞില്ല. ഇതുമില്ല. അവർ നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അവർ വളരെ ഇതായിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ടാണ് എല്ലാ കാര്യങ്ങളായിട്ട് പോയത്. അതിൽ നിങ്ങൾക്ക് പിന്നെ സംശയങ്ങളൊന്നും അന്നും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, നമുക്കതങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും സംശയമില്ല. കാര്യം ഞാൻ ഇന്നും അവരുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവർക്ക് ഹൈക്കോടതിയിൽ നിന്ന് അവർ ഇത് ഫയൽ ചെയ്തിട്ടുണ്ട് ഈ മുൻകൂർ ജാമ്യത്തിനെന്താ വേണ്ടി. അപ്പോൾ അതൊക്കെ അവർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോകുന്നെന്നാണ് അറിവ്. അവർ ആധാറും എല്ലാം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്നാണ് അറിവ്. ജനിച്ച ദിവസം ഈ 2008 ജനുവരി 1 ആണെന്നാണ് അവർ പറയുന്നത്. ജനിച്ച ദിവസമൊന്നുമില്ല. ഒരു ബേസിക് ഇത് നമ്മൾ ആ കുട്ടിയെ നോക്കുമ്പോൾ അറിയാം, ഒരു 25 വയസ്സെങ്കിലും തോന്നും നമുക്ക് കാണുമ്പോൾ. അല്ലാതെ ഒരു 16 വയസ്സായ കുട്ടിയെ നമുക്ക് ബേസിക്കായിട്ട് കാണുമ്പോൾ അറിയാം. പിന്നെ അതിന് ആധികാരികമായി അതിന് ഈ താരമായതുകൊണ്ടാണ് ഇപ്പോൾ ഈ രേഖകളൊക്കെ വന്നത്. അതെന്ന് ഫർമാൻ ഖാനെതിരെ പോക്സോ കേസ് എടുത്തിരിക്കുകയാണ്. അതറിഞ്ഞു. ഞാനും TV കണ്ടാണ് അറിഞ്ഞത്. മറ്റുള്ള വാർത്തകളൊന്നും എനിക്കറിയില്ല. മുന്നിൽ വന്ന ആധാർ കാർഡ് വിശ്വസിച്ചാണ് ഈ വിവാഹം നടത്തി കൊടുത്തത്. തീർച്ചയായിട്ടും. അല്ല, ഞങ്ങൾക്കല്ലാതെ മറ്റൊരു അതിനെ വെരിഫൈ ചെയ്യാനുള്ള ഒരു ഇതില്ല. കാര്യം ഞങ്ങളിവിടെ ഈ മിശ്ര വിവാഹങ്ങൾ നടക്കാറുണ്ട്. കഴിഞ്ഞ ഈ മാസം തന്നെ 4 വിവാഹം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ അടുത്തുള്ളവരാണെങ്കിൽ SLC സർട്ടിഫിക്കറ്റ് അതൊക്കെ കൂടി കൊണ്ടുവരാൻ പറയും. അല്ലെങ്കിൽ ഈ പാർട്ടി CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിരുന്നു, B ശിവൻകുട്ടി ഉണ്ടായിരുന്നു, A റഹീം ഉണ്ടായിരുന്നു. ഇവരൊക്കെ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? നമ്മളുമായിട്ട് അതിന് യാതൊരു ഇതുമില്ല. അത് ഈ എങ്ങനെയും വാർത്തകളിലും അതിലും ഇതൊക്കെ വന്നതാണ്. ക്ഷേത്രവുമായിട്ട് അതിന് യാതൊരു ബന്ധമില്ല. കല്യാണവുമായി ബന്ധപ്പെട്ട് അവർക്ക് യാതൊരു പങ്കുമില്ല. ഇല്ല, ഒന്നുമില്ല. അവർ നമ്മൾ കല്യാണം അവിടെ വെച്ച് നടത്തിയെന്നേ ഉള്ളൂ. അവർ മൊണാലിസ ഈ ഷൂട്ടുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ആ സംവിധായകൻ വഴിയാണ് അജിത്ത് അറിയുന്നത്. ഞാൻ അറിയുന്നത്, നമ്മൾ ബന്ധപ്പെടുന്നത്. ആ കല്യാണത്തിനും ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പേ നമ്മുടെ ക്ഷേത്രം സന്ദർശിക്കാൻ വന്നു. നമ്മളൊക്കെ തന്നെ ഇത് വളരെ വിവാദമായിരുന്നു. ഈ വിവാഹം നടത്തിയതിനു ശേഷം തന്നെ പെൺകുട്ടിക്ക് 16 വയസ്സാണ്, പ്രായപൂർത്തിയായില്ലാന്ന് സമൂഹ മാധ്യമങ്ങളിൽ വന്നതായിട്ട് അറിയാം. പക്ഷേ അപ്പോഴും നമ്മൾ അല്ല, ഞാൻ പറയട്ടെ, ഒരു പത്രസമ്മേളനം അവർ ഇതിൻ്റെ പിറ്റേന്ന് നടത്തി. അന്ന് നിങ്ങൾ എല്ലാ ചാനലും പങ്കെടുത്തു. അന്ന് അവരുടെ കയ്യിൽ ഏകദേശം എല്ലാ ഡോക്യുമെൻറ്റും ഉണ്ട്.
നിങ്ങളെല്ലാവരും ഒരുപാട് ചോദ്യം ചെയ്തു, ഞാനും ഉണ്ടായിരുന്നു അതിൽ. അന്ന് ആരും ഇതിനെക്കുറിച്ച് ഒരിതും പറഞ്ഞില്ല. ഇന്ന് ആധാർ വെരിഫൈ ചെയ്യാൻ നൂതന സംവിധാനം ഒരുപാടുണ്ട്. ഇത്രയും ചാനലുകാരും എല്ലാവരും വന്നിട്ട് ആരും അവരവരുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്, ഡെസ്ക് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം ഞാനും കൂടെ ഇരുന്നാണ് ഇങ്ങനെ കാണിക്കുന്നത്. കാര്യം നമുക്കൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടി. പക്ഷെ അന്ന് നിങ്ങൾ ആരും ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുന്നത് പോലത്തെ ചോദ്യങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചില്ല. പക്ഷേ ഇനി അവർ വിളിച്ചാൽ അവർ ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നത് ഇതിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ നടത്തിയ കണ്ടെത്തലുകളാണ്. അതിൽ നമുക്ക് നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള ഇത് വെച്ച് നടത്തുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. എന്തായാലും വളരെ വ്യക്തമാണ്. അജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ക്ഷേത്രം ധാരാളം മിശ്ര വിഭാഗങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ഇവിടെ അവരുടെ മുന്നിലെത്തിയത് ആധാർ കാർഡിൽ പെൺകുട്ടിക്ക് 18 വയസ്സാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ആ വിവാഹം ഇവിടെ വെച്ച് നടത്താനായിട്ട് തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോൾ മധ്യപ്രദേശിലെ തന്നെ ST കമ്മീഷൻ ഈ കണ്ടെത്തിയത് പ്രകാരം പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. അത് പ്രകാരമാണ് ഫർമാൻ ഖാനെതിരെ ഇപ്പോൾ പോക്സോ കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും ക്ഷേത്രത്തിൽ വന്ന കമ്മീഷൻ ഇപ്പോൾ തെളിവെടുപ്പ് നടത്തി പൂർത്തിയാക്കിയിരിക്കുന്നു. മറ്റ് യാതൊരുവിധ ബന്ധങ്ങളും ഇതുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ളത് തന്നെയാണ് അജിത്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.